വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ഇങ്ങനെ ഒരവസരം കൂടി കർത്താവ് തന്നല്ലോ, ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്നല്ലോ. നമുക്ക് ദൈവജനം കേൾക്കുവാനും നമ്മുടെ കർത്താവിനെ കൂടുതലായിട്ട് ഈ നിലയിൽ അറിയുവാനും അനുഭവിക്കുവാനും ഒക്കെ ഇടയാക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പലരും ഈ വചനങ്ങൾ കേൾക്കുന്നുവെങ്കിലും ആ വചനത്തിന്റെ ആസ്വാദനം അവർക്ക് ലഭിക്കാത്തത് അവരേതോ നിലയിൽ പാപത്തിൽ ജീവിക്കുന്നുകൊണ്ടാണ്. നിങ്ങൾക്കിത് ശരിയാവണ്ണം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ഇതിനെ ശരിക്കും ടേസ്റ്റ് ചെയ്യുവാൻ, അതിനെ നിങ്ങൾക്ക് നുകരുവാൻ കഴിയുന്നെങ്കിൽ വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പൗലോസ് പറഞ്ഞ ആ ഒരു വലിയ സാക്ഷ്യമായിരുന്നു റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യം. അപ്പോൾ 14-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത് ഞാൻ കടക്കാരനാവുന്നു എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളതാ ചിന്തിച്ചേ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 15-ാമത്തെ വാക്യമാണ്. റോമാലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. എന്താണ് അവിടെ പറയുന്നത്? അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ ആവോളം എന്ന് പറഞ്ഞാല് സുവിശേഷം പറയുന്നതിലുള്ള തന്റെ തീഷ്ണത, തന്റെ എരിവ് താനോട് എടുത്തു കാണിക്കുക. പ്രിയമുള്ളവരെ, സുവിശേഷം നമ്മൾ അറിയിക്കണം. സുവിശേഷം നമ്മൾ അറിയിക്കുന്നില്ല എങ്കിൽ നമ്മൾ വളരെയധികം ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുക. എന്നാൽ ഈ സുവിശേഷ പ്രവർത്തനം എന്നുള്ളത് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് ദൈവദാസന്മാരുടെ കടമയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്, അവർ ചെയ്യേണ്ടതാണെന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അതൊരു അബദ്ധ ചിന്തയാണ്. ആ ചിന്തയിൽ നിന്നും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പുറത്തു വരണം. കാരണം രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവിനെ സാക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ കടമയെക്കുറിച്ച്, ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് നമ്മളെ അജ്ഞരാക്കുവാനായിട്ടാണ് ശത്രു ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു വാക്യം ഞാൻ ഓർപ്പിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നല്ല അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. നോക്കണം, അപ്പൊ നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ഭയങ്കരമായിരിക്കുന്ന ഇരുട്ടിൽ നിന്നും വിളിച്ചു വേർപെടുത്തിയത്? നിങ്ങളുടെ അത്ഭുത പ്രകാശത്തിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ അങ്ങനെ ആക്കി തീർത്ത ഈ ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ എത്രമാത്രം ഭയങ്കരമായ പാപക്കയത്തിൽ നമ്മൾ മുങ്ങിത്താഴുകയായിരുന്നു. അവിടെ നമ്മളെ ദൈവം കരം പിടിച്ചുയർത്തിയില്ലേ പ്രിയമുള്ളവരെ? നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ രക്ഷ അസാധ്യമല്ലായിരുന്നോ? അസാധ്യമായത് കർത്താവ് നമുക്ക് സാധ്യമാക്കി തന്നില്ലേ? നമ്മൾ തിരുവചനത്തിൽ വായിക്കുമ്പോൾ 89-ാം സങ്കീർത്തനം അതിന്റെ 48-ാം വാക്യം വായിക്കുമ്പോൾ, ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാർ, തന്റെ പ്രാണനെ പാതാളത്തിന്റെ കയ്യിൽ നിന്നും വിടിവിക്കുന്നവനും ആരുള്ളൂ. അതിന്റെ അടുത്ത് നിങ്ങൾ കണ്ടോ, സേല എന്നുള്ള ശബ്ദം. സേല എന്ന് പറഞ്ഞാൽ ഒരല്പം നിൽക്കണേ, ഒരല്പം ചിന്തിക്കണേ, ഒരല്പം ധ്യാനിക്കണേ, എന്നിട്ട് മുന്നോട്ട് പോകണം. പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാർ, ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഒരിക്കലും മരിക്കും. മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ലെന്നേ ഉള്ളൂ. അത് ഏത് പ്രായത്തിലും മരണം കടന്നു വരാം. എന്നിട്ട് അടുത്ത കാര്യം പറയാണ്, തന്റെ പ്രാണനെ പാതാളത്തിന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനും ആരുള്ളൂ. അപ്പൊ എങ്ങോട്ടാ പോകുന്നേ? മനുഷ്യൻ അവൻ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ, വീണ്ടും ജനിച്ചില്ല എങ്കിൽ അവൻ പാതാളത്തിലേക്ക് പോകുകയാണ്. പ്രിയമുള്ളവരെ, ആ പാതാളത്തിലേക്ക് പോയാൽ അവിടുന്ന് വിടുവിക്കാൻ ആരുമില്ല. എങ്ങോട്ടാണ് മനുഷ്യൻ പോകുന്നത്? ഒരു പാവി മരിച്ചാൽ അവൻ പോകുന്നത് പാതാളത്തിലേക്ക്. ആ കാര്യം നമ്മുടെ കർത്താവിന്റെ തന്നെ സാക്ഷ്യത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ലൂക്കോസ് 16-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ നമുക്കറിയാലോ, 19 മുതൽ ഒരു ധനവാന്റെയും ലാസറിന്റെയും സംഭവമാണ്, കഥയല്ല അത്. അപ്പോൾ ആ ധനവാൻ മരിച്ചപ്പോൾ അവൻ എങ്ങോട്ടാ പോയേ? നമ്മൾ ആ ലൂക്കോസ് 16-ന്റെ 23 വായിക്കുന്നത്, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. പാതാളത്തിൽ യാതന അനുഭവിക്കുകയായിരുന്നു. നോക്കണം, ധനവനോട് എന്ത് ചെയ്യുക? പാതാളത്തിൽ യാതന അനുഭവിക്കുകയായിരുന്നു. അപ്പോൾ മരണാനന്തരം രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി പോകുന്നത് എങ്ങോട്ടാ? പാതാളത്തിലേക്കാ.
പാതാളത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, അവിടെ പാതാളം എന്ന് പറഞ്ഞാൽ അവിടെ നരകയാതനയാണ്, തീയാണ്. അപ്പോൾ നിത്യനരകമല്ല, നിത്യനരകത്തിലേക്ക് അവർ പോകും. അതെപ്പോഴാ? വെള്ള സിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷം. എന്നാൽ ആ ന്യായവിധി നടക്കും വരെയും അവർ കിടക്കുന്ന ഇടം ഒരു സുഖവാസ സ്ഥലമല്ല, യാതനാ സ്ഥലമാണ്. അവിടെ തീയിൽ കിടന്ന് വേദനിക്കുക. നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ, നമ്മളെ ദൈവം വിടുവിച്ചില്ലേ? ദാവീദ് 86-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നോക്കണം, ഇവളൊരു നമ്മളെവിടെ പോകേണ്ടവരാ? നമ്മളും ആ നിത്യാഗ്നിയിലേക്ക് പോകേണ്ടവരാ. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ദൈവം നമ്മളെ ആ ഭയങ്കരമായിരിക്കുന്ന ആ തീയിലേക്ക് പോകാതെ വണ്ണം ദൈവം നമ്മളെ രക്ഷിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളും വളരെ ഭാരം കയറി നമ്മളെ നടന്നവരാ. എന്നാൽ നമ്മളെ ദൈവം ആ ഭാരം അകറ്റി നമ്മളെ ആശ്വസിപ്പിച്ചു, വേദന മാറ്റി നമ്മുടെ പ്രത്യാശ പകർന്നു. ഈ കർത്താവിനെ ഇതേ അനുഭവത്തിൽ കഴിയുന്ന നമ്മുടെ സ്നേഹിതന്മാരോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ അയൽവാസികളോട് ഈ കർത്താവിനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ ഈ കർത്താവിന് നമുക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കാതിരിക്കാനും സാധിക്കുമോ? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്നു എന്ന് പറയാൻ നമ്മളൊരു സ്വാർത്ഥ മനുഷ്യനെ മാറുകയാണ്. അങ്ങനെയല്ലേ? ഇന്ന് എത്ര രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ ദൈവമക്കൾ, അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്നാൽ പൗലോസ് അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഫിലിപ്പിയർ ലേഖനത്തിലുണ്ട്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഫിലിപ്പിയർ 2:21 വാക്യമാണ്. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. കണ്ടോ? യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. നോക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട അനേകരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ? സ്വന്തം കാര്യം ചിന്താവാ. അതിനാണോ പ്രിയമുള്ളവരെ നമ്മളെ ദൈവം വിളിച്ചത്? നമ്മളെ വിളിച്ച കർത്താവിലേക്ക് അനേകരെ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ? നമുക്കത് കഴിയുന്നുണ്ടോ? ഞാനിങ്ങനെയൊരു സംഭവമാണോ അതോ കഥയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പട്ടി, അതിന്റെ കാലൊടിഞ്ഞു, അപകടത്തിലെങ്ങനെയോ കാലൊടിഞ്ഞു. ആ പട്ടിയുടെ ദീനരോധനം കണ്ടിട്ട് ഒരു മൃഗവൈദ്യന്, ഡോക്ടർക്ക് അതിനോട് സഹതാപം തോന്നി. അതിനെ കൊണ്ടുപോയി തന്റെ ക്ലിനിക്കിൽ കൊണ്ടുപോയി അതിനെ പട്ടിയെല്ലാം വെച്ച് കെട്ടി അതിനെ ഒരാഴ്ച സൂക്ഷിച്ച് അതിനെ പരിപാലിച്ച് അതിന് ആഹാരമൊക്കെ കൊടുത്ത് അത് സൗഖ്യമായി. പിന്നീട് പട്ടിയെ കയച്ച് അതിന് വിട്ടു. അത് പോയതിനു ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്റെ ഗേറ്റിൽ ഭയങ്കര ഒരു കൊര. ഈ കൊരയുടെ ശബ്ദം കേട്ട് ഈ ഡോക്ടർ പുറത്തു വന്ന് നോക്കിയപ്പോൾ തന്റെ ഗേറ്റിന് പുറത്ത് താൻ നേരത്തെ സൗഖ്യമാക്കി അയച്ച ആ പട്ടിയുടെ കൂടെ വേറൊരു പട്ടി, അതിന്റെ കാല് ഇതുപോലെ ഒടിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഡോക്ടറിന് മനസ്സിലായി, ഈ പട്ടി മറ്റേ പട്ടീനെ തന്റെ അടുക്ക് കൂട്ടിക്കൊണ്ട് വന്നതാ. താൻ ഉടനെ തന്നെ ചെന്ന് ആ പട്ടിയെ കൊണ്ടുവന്ന് അതിനും മരുന്നൊക്കെ വെച്ച് കെട്ടി, പട്ടിയെല്ലാം കെട്ടി അതിനെ അവിടെ കുറച്ച് ദിവസം വെച്ചു. അതിനുശേഷം അതും സൗഖ്യമായി അത് പോയി. ഞാൻ പറഞ്ഞതിന്റെ സാരം, പ്രിയമുള്ളവരെ, ഒരു താൽക്കാലികമായ ഒരു പട്ടിക്ക് തന്റെ അതേ അനുഭവത്തിലായിരുന്ന വേറൊരു പട്ടിയെ കണ്ടപ്പോൾ ആ പട്ടിയോട് സഹതാപം തോന്നി. ആ പട്ടിയെ തന്നെ സൗഖ്യമാക്കി ആ ഡോക്ടറുടെ അടുക്കൽ വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ താൽക്കാലിയൊന്നും അല്ലല്ലോ, നമ്മൾ ഇരുകാലിയല്ലേ. നമ്മൾ ഇരുകാലിയായ നമ്മൾ ഈ 2 കാലി നടക്കുന്ന നമ്മുടെ സഹപാഠികളായിരിക്കുന്ന, സ്നേഹിതരായിരിക്കുന്ന, ബന്ധുക്കളായിരിക്കുന്ന, അയൽവാസികളായിരിക്കുന്ന എത്രയോ പേർ ഇതേ പാവക്കയത്തിൽ ദുഃഖത്തിലും നെടുവീർപ്പിലും നിരാശയിലും കഴിയുന്നു. അവരോട് ഈ സുവിശേഷം പറയുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അവരെയും ഈ കർത്താവുമായിട്ട് യോജിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളെങ്ങനെ രക്ഷിക്കപ്പെട്ടെ? ഒരുവൻ നമ്മളോട് സുവിശേഷം പറഞ്ഞതുകൊണ്ടല്ലേ. അങ്ങനെ അവര് നമ്മളോട് സുവിശേഷം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സത്യസുവിശേഷം അറിയുവാനോ നമുക്ക് രക്ഷിക്കപ്പെടുവാനോ കഴിയുമായിരുന്നില്ല. അപ്പോൾ
നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം മറ്റുള്ളവരും അനുഭവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കണ്ടേ? നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ അവസ്ഥ, രക്ഷിക്കപ്പെടാത്തവരുടെ അവസ്ഥ എത്ര ദുഃഖകരമാണെന്നറിയാമോ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ദൗത്യത്തെക്കുറിച്ച് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. ഞാൻ വായിക്കട്ടെ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ആ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. നോക്കണമേ, ഒരു പാപിയുടെ കരവും പരിശുദ്ധനായ ദൈവവുമായി കൂട്ടിച്ചേർക്കുവാൻ ഈ വലിയ കൂട്ടിച്ചേർത്ത് ദൈവവുമായിട്ട് ഒന്നാക്കുന്ന ആ വലിയ ദൗത്യം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ദൈവം തന്നിരിക്കുക. ദൈവമക്കളെ, നമുക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്കൊരു വ്യക്തിയെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും കർത്താവിന്റെ ഭാഗത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, സുവിശേഷം പറയുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. ആ വ്യക്തിയെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതിൽ അതിന്റെ മുഖ്യഭാഗം പിതാവായ ദൈവത്തിന് തന്നെയാണ്. പക്ഷേ ഇത് അറിയിക്കുക എന്നുള്ള ദൗത്യം നമ്മുടേതാണ്. ഇത് അറിയിക്കുമ്പോൾ ഓരോ വ്യക്തികളെയും പുത്രന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പിതാവ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞു യോഹന്നാൻ 6:37 വാക്യത്തിൽ, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. കണ്ടോ? അപ്പൊ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതേ വാക്യം എബ്രായർ 13:5 പറയുന്നുണ്ട്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതേ പ്രിയമുള്ളവരെ, ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമ്മളെത്ര നീചഭാവിയാണെങ്കിലും ദൈവം നമ്മളെ കൈക്കൊള്ളുവാനായിട്ട് തയ്യാറാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമുക്ക് ഈ കർത്താവിന്റെ അടുക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ടോ? ഇന്ന് എത്രയോ കുടുംബങ്ങൾ ഇവിടെ ആത്മഹത്യ ചെയ്തു. നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നില്ലേ? കുടുംബത്തോട് കുടുംബം ആത്മഹത്യ ചെയ്യുക. എന്തെങ്കിലും കടക്കെടുതിയായിരിക്കാം, നിരാശയായിരിക്കാം, ചില വേദനകളായിരിക്കാം, മറ്റുള്ള പരിഹാസമായിരിക്കാം. പ്രിയമുള്ളവരെ, അവരങ്ങനെ ആത്മഹത്യ ചെയ്ത് ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെടുകയാണ്. എത്രയോ പേര്, ചെറുപ്പക്കാര് ലഹരികൾക്ക് അടിമയായിട്ട് അവര് പോയി ആത്മഹത്യ ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുക്കൽ തന്നെ, വലിയ ദൂരെയല്ല, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ മദ്യപിച്ച് പോയി ഒരു കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആ കുടുംബമെല്ലാം ഭയങ്കര ദുഃഖത്തിലാണ്. അവരോട് വചനം പറയാനായിട്ട് നമ്മുടെ ഒരു സഹോദരി അങ്ങോട്ട് പോവുകയായിരുന്നു. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് ഇവൻ കുളത്തിൽ ചാടി മരിക്കാനിടയായി. നമ്മൾ ചിന്തിക്കണം, സുവിശേഷം അവരുടെ അടുക്കൽ എത്തിയിരുന്നുവെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലായിരുന്നോ? നിശ്ചയമായിട്ടും. അപ്പൊ അവര് നിത്യ നരകാഗ്നിയിൽ നിന്നും സ്വർഗീയ സൗഭാഗ്യത്തിൽ എത്തേണ്ടവരായിരുന്നു. പക്ഷെ നമുക്കത് സമയത്ത് അവിടെ എത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ പരാജയം. പ്രിയമുള്ളവരെ, നമ്മള് ഇന്ന് ഈ സുവിശേഷം പറയുന്നവരിൽ ചിലരൊക്കെ ചിലപ്പോൾ കർത്താവിന് വേണ്ടി അനേക ആയിരങ്ങളെ നേടുന്ന ഒരു സുവിശേഷകനായിട്ട് മാറിയേക്കാം, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അങ്ങനെ കർത്താവിന് വേണ്ടി അങ്ങനെ ശോഭിക്കുന്ന എത്രയോ പേരുണ്ട് പ്രിയമുള്ളവരെ, എത്രയോ പേരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഏത് സമയത്തും സുവിശേഷം പറയാൻ ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് രക്ഷിക്കപ്പെട്ട ഓരോ ഭക്തന്റെയും കടപ്പാടാണ്. കാരണം ഒരു ആത്മാവിനെ നമ്മൾ നേടുമ്പോൾ മുഴു ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവിനെയാണ് നമ്മൾ നേടുന്നത്. അപ്പോൾ നിത്യതയിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് നമ്മൾ കണ്ടോണം. നമ്മൾ ഒരു ആത്മാവിനെ നേടുമ്പോൾ അവർ എത്ര ദരിദ്രനായിരുന്നാലും ഒരു ആത്മാവിന്റെ വില ഈ മുഴു ലോകത്തെക്കാളും വലിയതാണ്. അപ്പൊ ഒരു കുടുംബമാണെങ്കിലോ എത്ര പേരാ, എത്ര വലിയ പ്രതിഫലമാണ് നമ്മൾ പ്രാപിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഞാൻ ഒരു നടന്നൊരു സംഭവം, ഒരു സുവിശേഷകൻ അദ്ദേഹത്തിന്റെ മകനുമായിട്ട് എല്ലാ ദിവസവും സുവിശേഷം അറിയിക്കാൻ പോവുക ഒരു പതിവായിരുന്നു.
ഒരു ദിവസം മഴയുണ്ട്, തണുപ്പുണ്ട്. അതുകൊണ്ട് ഈ പിതാവ് മകനോട് പറഞ്ഞു, മകനെ, ഇന്ന് നമുക്ക് പോകണ്ട, കാരണം പുറത്ത് മഴയാണ്, തണുപ്പ് കൂടുതലാണ്, എനിക്ക് നല്ലൊരു സുഖവും തോന്നുന്നില്ല. പക്ഷെ ഈ മകൻ രക്ഷിക്കപ്പെട്ട മകനാ, 14-15 വയസ്സേ ഉള്ളൂ. പക്ഷേ ആ മകൻ പറഞ്ഞു, അല്ല അപ്പ, അപ്പന് സുഖമില്ല, വരണ്ട, ഞാൻ പോയി കൊടുത്തിട്ട് വരാം. അവന്റെ ഉത്സാഹം കണ്ടപ്പോൾ ആ പിതാവ് പറഞ്ഞു, ഓക്കെ മോനെ, നമ്മ പോകും എന്ന് പറഞ്ഞു അവന് പ്രാർത്ഥിച്ചയച്ചു. ഇവൻ ട്രാക്ടറുമായിട്ട് പോയി. അവൻ ഓരോ വീടുകളുടെയും ഡോറിൽ ചെന്ന് മുട്ടി അവർക്ക് ഈ ലഘുലേഖകൾ കൊടുത്ത് അവരുടെ വചനം പങ്കുവെച്ച് അവനിങ്ങനെ പോകുക. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവൻ മുട്ടിയിട്ടൊന്നും വാതിൽ തുറക്കുന്നില്ല. എന്നാൽ അവൻ പോയില്ല. അവനവിടെ മുട്ടിക്കൊണ്ടേ നിന്നു. അവൻ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടേയിരുന്നു. ഇത് മുട്ടിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് താമസിച്ച് ഒരു പ്രായമുള്ള ഒരു വിധവയായ സ്ത്രീ വന്ന് വാതിൽ തുറന്നപ്പോൾ വളരെ സന്തോഷത്തോടെ നല്ല ചിരിക്കുന്ന ഒരു ഈ കുഞ്ഞ് നിൽക്കുക. അവൻ പറഞ്ഞു, ആന്റിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ആന്റിയെ സ്നേഹിക്കുന്ന, ആന്റിയെ കരുതുന്ന, ആന്റിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഈ കർത്താവ് ആന്റിയെ സ്നേഹിക്കുന്നു. ആന്റിയുടെ ജീവിതത്തിലെ ഏത് ദുഃഖത്തെയും നിരാശയെ അകറ്റുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് ആന്റി ഈ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവമകളായി തീരണം. അതുകൊണ്ട് ആന്റി ഇത് വായിക്കണം എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഈ കുഞ്ഞ് അത് കൊടുത്തിട്ട് പറഞ്ഞു, ആന്റി അടുത്ത ആഴ്ചയിൽ ആന്റി ഇവിടെ അടുത്ത് തന്നെയുള്ള ആ കൂട്ടായ്മയിൽ വരണം. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ കുഞ്ഞ് ആന്റിയോട് വളരെ ബൈ പറഞ്ഞ് അവനവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം ആ സ്ത്രീ ഈ ലഭിച്ച ഈ ട്രാക്റ്റ് താൻ അവിടെ ഇരുന്ന് ശാന്തമായിട്ട് വായിച്ചു. അപ്പോൾ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്നൊരു ഹെഡിങ്ങോട് കൂടിയുള്ള ഒരു ട്രാക്റ്റായിരുന്നു. താനത് വായിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ഭയങ്കര വിറയലുണ്ടായി. ഞാൻ എന്ത് സാഹസമാണ് കാണിക്കാൻ പോയത്. അയ്യോ, ഞാൻ ഇന്ന് മരിച്ചിരുന്നെങ്കിൽ, അല്ല ആ കുഞ്ഞു വരാൻ അല്പം താമസിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചപ്പോൾ നിത്യാഗ്നിയിലേക്ക് പോകുമായിരുന്നു, ആ യാതനാ സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അയ്യോ, എന്നെ കർത്താവ് കരുതുന്നല്ലോ, എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടല്ലോ. ആരെല്ലാം എന്നെ കൈവിട്ടാലും, എന്റെ മക്കൾ എന്നെ കൈവിട്ടാലും, എനിക്ക് ആരുമില്ലെന്ന് വന്നാലും എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് തനിക്ക് ആ ട്രാക്ട് വായിച്ചപ്പോൾ, ആ ചെറിയൊരു പുസ്തകം വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ കണ്ണീരൊഴുക്കി ഈ കർത്താവിന് മുന്നിൽ അവരെ സമർപ്പിച്ചു. ആ കുഞ്ഞു പറഞ്ഞതുപോലെ പിറ്റേ ഞായറാഴ്ച അവര് ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. അവിടെ ആരാധന നടക്കുകയാണ്. അവരാ സമയത്ത് തന്നെ കടന്നു വന്നു. ആ സ്ത്രീ അവിടെ എല്ലാം നോക്കുക, ആ കുഞ്ഞെവിടെ, എനിക്ക് ഈ സന്തോഷ വാർത്ത തന്നെ ആ കുഞ്ഞെവിടെ, എന്നെ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാനായിട്ട് ഈ ദൈവത്തിന്റെ ദൂത് നൽകിയ ആ കുഞ്ഞെവിടെ നോക്കുക. അവര് കണ്ടില്ല. അവസാനം അവരെ സാക്ഷ്യത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി. ഞാനൊരു കയറെല്ലാം കെട്ടി, ഞാനൊരു കസേരയിൽ കയറി, ഞാൻ എന്റെ കഴുത്തിലേക്ക് ഇടാനായിട്ട് പോകുമ്പോൾ ആരോ വന്ന് ഡോറിൽ മുട്ടി. ഞാൻ വിചാരിച്ചു ആരായിരിക്കും. ആദ്യം ഒന്ന് അടച്ചു നിന്നു. വീണ്ടും ആ മുട്ട ആവർത്തിച്ചുകൊണ്ടിരുന്നു. അത് മുട്ടിക്കൊണ്ടേയിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു ആരാണേലും അദ്ദേഹത്തെ കണ്ടിട്ട് പിന്നെ മരിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന, വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു പൈതൽ. അതിനോട് പറയുകയാണ്, ആന്റി, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ, നിത്യാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ഏത് നിലയിലുള്ള ഭാരങ്ങളാണെങ്കിലും അതെല്ലാം ഒഴിവാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവർ കണ്ണുനീരോടെ സാക്ഷ്യം പറഞ്ഞിട്ട് പറഞ്ഞു, ആ കുഞ്ഞിവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണേ. അപ്പോൾ ആ കുഞ്ഞ് ഈ ആന്റിയെ ഉടനെ തിരിച്ചറിഞ്ഞു. ഉടനെ ആ കുട്ടി അവിടെ എഴുന്നേറ്റ് നിന്നു. അതാ ദേവദാസന്റെ മകനായിരുന്നു. ആൾക്കാരുടെ എല്ലാം കണ്ണു നിറഞ്ഞു. കാരണം അന്ന് ആ പിതാവ്, ആ സുവിശേഷകൻ അവിടെ ആ കുഞ്ഞ് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് വർണ്ണിക്കുകയുണ്ടായി. ഞാൻ നല്ല സുഖമില്ലാഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ മോൻ നിർബന്ധമായി ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി കടന്നുപോയതുകൊണ്ട് ഇതാ ഒരു സഹോദരി
ഇന്ന് നിത്യ സ്വർഗത്തിന്റെ അവകാശിയായി ഒരു ദൈവ വൈദ്യനായി തീരാനിടയായി. അതാ അവന്റെ കർത്താവിനുള്ള പ്രയത്നം വ്യർത്ഥമായില്ല. ഒരാത്മാവ് കൂടി നിത്യതയ്ക്ക് വേണ്ടി നേടുവാൻ കഴിഞ്ഞു എന്നുള്ള ആ വലിയ സാക്ഷ്യം പ്രസ്താവിച്ചു. അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം അത് വലിയൊരു പ്രയോജനമായി. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എത്രയോ അവസരങ്ങളാണ് നമ്മൾ നഷ്ടമാക്കുന്നത്. നമുക്ക് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചൊരു ഭാരമുണ്ടോ? നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? എനിക്ക് 100 അനുഭവങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇതിനോട് ചേർന്ന് ഞാൻ ഇവിടെ നിന്ന് നാസിക്കിൽ നിന്നും മന്മാടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു 100 കിലോമീറ്റർ ദൂരം പോകുന്ന യാത്രയിൽ എവിടെ പോയാലും എപ്പോഴും വചനം പറയുന്ന പോലെ സുവിശേഷം പറയാൻ നമ്മൾ ഒരുങ്ങിയിരിക്കും. ഞാനവിടെ ട്രെയിനിൽ യാത്ര ചെയ്തതിനോട് വചനം പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വളരെ എന്നെ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വലിയൊരു ബിൽഡറാണ്. ഒരുപാട് കെട്ടിടങ്ങൾ പണിത് കൊടുക്കുന്ന ഒരു വലിയ ധനാഢ്യനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ, അദ്ദേഹത്തിന്റെ അളിയൻ അദ്ദേഹത്തെ കോടിക്കണക്കിന് രൂപ എടുത്തു. അതിന്റെ മനോവേദനയിൽ താൻ ഭുസാവൽ എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആത്മഹത്യക്ക് നിർണയിച്ച് ഒരു എഴുത്തൊക്കെ എഴുതി പോക്കറ്റിൽ വെച്ചിട്ട് താൻ യാത്ര ചെയ്യുകയായിരുന്നു. താൻ പറഞ്ഞു, ഞാൻ ഇനി ജീവിക്കുവാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ, ഈ ദൈവത്തിന്റെ വചനം എന്നെ സ്വാധീനിച്ചു. ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പാവത്തിലേക്ക് പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും എന്നോട് കൂടെ തന്നെ മന്മാടുന്നും വീണ്ടും ഒരു 2 മണിക്കൂർ യാത്രയാ ഭുസാവൽ. അങ്ങോട്ട് അദ്ദേഹം പോയില്ല. എൻ്റെ കൂടെ അവിടെ ഇറങ്ങി ആ സ്റ്റേഷനിലിരുന്ന് താൻ വീണ്ടും വചനം കേട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയൊരു ദൈവകൃപ ഉള്ളതുകൊണ്ടാണ് ഒരു ദൈവ മനുഷ്യനെ എനിക്ക് കേട്ടുവാനിടയായത്. ഞാൻ എൻ്റെ ആ നിർണയത്തിൽ നിന്നും ഞാൻ പിന്മാറുന്നു. ഞാൻ ഇനി ഒരിക്കലും ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുകയോ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാനിടയായി. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹത്തിന് ഞാനൊരു പുതിയ നിയമം, ഞാൻ എപ്പോഴും ബൈബിളും ട്രാക്റ്റുകളും എല്ലാം എപ്പോഴും കൊടുത്തി കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹത്തിന് അത് കൊടുക്കാനിടയായി. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയോ അനേക കുടുംബങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോൾ അവരോട് ഈ വചനം പറയുവാൻ ആ കുടുംബം രക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അനേക സംഭവങ്ങളുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് അനേകരെ ആ വിദ്യാർത്ഥിയിൽ നിന്നും രക്ഷയിലേക്ക് നടത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഇന്ന് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? നമുക്ക് സുവിശേഷം പറയാനുള്ള ഒരുക്കമുണ്ടോ? എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട ആർക്കെങ്കിലും അങ്ങനെയൊരു സ്വഭാവമില്ലെങ്കിൽ, അങ്ങനെയൊരു ജീവിത രീതി ഇല്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോടെ ചോദിക്കട്ടെ, നിങ്ങൾ അത് പറയണം. പ്രിയമുള്ളവരെ, ഈ വർഷം തീരാൻ പോകുകയാണ്. ഈ വർഷം നിങ്ങൾ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? എത്ര ആത്മാക്കളെ നമുക്ക് ക്രിസ്തുവിലേക്ക് നടത്താൻ കഴിഞ്ഞു? നമ്മൾ ചിന്തിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ നഷ്ടമാക്കരുത്. അത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് അതിനുള്ള ഒരു ഒരുക്കം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. കർത്താവ് നമ്മളെ രക്ഷിച്ചില്ലേ? നമ്മുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം യഥാർത്ഥമായും പൂർണ്ണമാകുന്നത്. ഇന്ന് എത്രയോ പേർ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നെങ്കിലും അവർ ഈ രക്ഷകനെ മറ്റുള്ളവരിലേക്ക് പകരുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഈ കർത്താവ് ചെയ്ത കാര്യങ്ങളെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ പേർ ഈ സത്യദൈവത്തെ, ഈ സത്യ വഴിയെ പിൻപറ്റുവാനിടയായേനെ. എന്നാൽ നമ്മൾ പറയാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാത്തതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാത്തതുകൊണ്ട് അവർക്ക് വിളിച്ചപേക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായും കർത്താവിനെ സാക്ഷ്യം വഹിക്കണം. അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കണം. നിങ്ങളുടെ നിരാശ മാറുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഭാരങ്ങൾ മാറിക്കിട്ടുവാൻ ഈ കർത്താവിലൂടെ മാത്രമേ കഴിയൂ. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഈ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കൂ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. ഞാൻ ഈ സത്യം വിശ്വസിച്ചപ്പോൾ കർത്താവ് എന്നെ അംഗീകരിച്ചു. ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കർത്താവ് എന്നെയും സ്വീകരിച്ചു. എനിക്ക് നിത്യജീവൻ ലഭിക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആ നിത്യജീവൻ ലഭിച്ചിട്ടുണ്ടോ? ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിലുണ്ടോ? ഇല്ലെങ്കിൽ ഈ കർത്താവിനോട് ചേർന്നുള്ള ജീവിതമായിരിക്കട്ടെ മുന്നോട്ടുള്ള ജീവിതം. ഈ വർഷം അവസാനിക്കാൻ പോകുക.
അത് തീരുന്നതിന് മുൻപ് നമുക്ക് കർത്താവിലായി, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി, കർത്താവിന്റെ സാക്ഷിയായി, കർത്താവിന്റെ ഒരു അംബാസിഡറായി, കർത്താവിന്റെ ഒരു പുരോഹിതനായി, കർത്താവിന്റെ ഒരു പ്രവാചകനായി, ഭാവിയിൽ കർത്താവിനോട് കൂടെ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവായി തീരുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുക. നിങ്ങൾ ഈ വിളി കൈക്കൊള്ളുമോ? തിരഞ്ഞെടുപ്പ് നിങ്ങളതാണ്. ഇത് സത്യസുവിശേഷമാണ്. നമ്മളെ എല്ലാം രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. നമ്മുടെ പാപങ്ങൾ പേറിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അവിടുന്ന് പാപികളായി നമുക്ക് വേണ്ടി വിനൂതനാക്കപ്പെട്ടു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കർത്താവ് ക്രൂശിൽ മരിച്ചു. ഇത് വിശ്വസിക്കാതെ പോകരുതേ. ഈ സത്യം അംഗീകരിക്കാതിരിക്കരുതേ. നിങ്ങൾ ഈ സുവിശേഷത്തെ അംഗീകരിച്ചാൽ, ഈ രക്ഷ നിങ്ങൾക്ക് സ്വന്തമായാൽ, നിങ്ങളും നാളെ എന്നെ പോലെ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന ഒരു വക്താവായി മാറും. കർത്താവ് തന്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ നല്ല അവസരം നഷ്ടമാക്കല്ലേ. ഈ ഒരേ ഒരു ജീവിതം അത് നഷ്ടമാക്കല്ലേ. നമുക്ക് രക്ഷിക്കപ്പെട്ട് ഈ സുവിശേഷം അറിയിക്കാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. ആരോടും പറയുവാൻ ഒരുങ്ങിയിരിക്കാം. തിരുവചനത്തിൽ ഒരുങ്ങിയിരിക്കേണ്ട 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ആ 7 കാര്യം എന്താണെന്ന് വളരെ സംക്ഷിപ്തമായി നിങ്ങളോട് പറയാം. എങ്കിലും ഇപ്പോൾ സമയത്തിന്റെ പരിധിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. എന്നാൽ ഒരു കാര്യം വീണ്ടും നിങ്ങളുടെ താഴ്മയോടെ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അനേകരിലേക്ക് ഈ സുവിശേഷ സത്യങ്ങൾ എത്തുവാൻ ഇടയായിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അത് നമ്മൾ ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടല്ലോ, കടക്കാരനാണെന്ന് പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് താൻ സുവിശേഷം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. അതെ, നമ്മൾ കടക്കാർ മാത്രമല്ല, ആ കടക്കാരെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ സുവിശേഷം പറയാൻ ഒരുങ്ങിയിരിക്കണം. നമ്മുടെ വഴികളിലൂടെയല്ല, നമ്മുടെ ഇഷ്ടത്തിനല്ല. പ്രിയമുള്ളവരെ, ഈ ചെറിയൊരു ആയുസ് നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവിനെ ഏത് നിലയിൽ മഹത്വപ്പെടുത്തുവാൻ, ദൈവഹിതത്തിൽ നമുക്കായിരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ജയാളിയായി ജീവിച്ചുകൊണ്ട് അനേക ആത്മാക്കളെ നേടുവാൻ, ഓരോ ആത്മാക്കളും നേടുമ്പോഴും സ്വർഗം സന്തോഷിക്കുക മാത്രമല്ല, നിങ്ങളിൽ ദൈവം സന്തോഷിച്ച് നിങ്ങൾക്ക് എപ്പോഴും സന്തോഷപൂർണമായ ഒരു ജയാളിയായി ജീവിതം നയിക്കുവാൻ ഇടയാവും. അതുകൊണ്ട് അങ്ങനെ ഒരു ജയാളിയായി ജീവിച്ചുകൊണ്ട് നിത്യതയെ ഉറപ്പുവരുത്തി, ഇന്ന് ഞാൻ മരിച്ചാൽ പാതാളത്തിലേക്കല്ല, ആ ദണ്ഡനസ്ഥലത്തേക്കല്ല, ഇന്ന് ഞാൻ മരിച്ചാൽ കർത്താവിനോട് കൂടെ, അല്ല ഇന്ന് കർത്താവ് വന്നാൽ കാണണം നിൽക്കുമ്പോൾ ഞാൻ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് കാണപ്പെടും എന്നുള്ള ഉറപ്പോടുകൂടി ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.